വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ അത്ര നല്ല സന്തോഷമുള്ളൊരു വ്ളോഗൊന്നും അല്ല, എനിക്ക് ഇച്ചിരി സങ്കടമുള്ളൊരു വ്ളോഗാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊന്ന് പോയിരുന്നല്ലോ ജനുവരിയിൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തിന് പോയതായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇന്ന് പോണത് ഞാൻ എന്താ പറയുക, ശരിക്കും പോലെ പോവാട്ടോ. അതായത് ഒരു 3 മാസം കറക്റ്റ്. ഇപ്പോൾ ഏപ്രിൽ 16 ജനുവരി 16 ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്, ഞാനൊക്കെയും കൂടി വന്നത്. അപ്പോൾ കറക്റ്റ് 3 മാസം നിന്നു. ഞാനിപ്പോൾ ചെന്നൈ വിട്ട് പോവുകയാണ്. എത്ര ദിവസത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും താൽക്കാലികമായിട്ടൊരു വിട അങ്ങനെ കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ചെന്നൈയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിലൊരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്ക വരുന്നില്ല. ഞാനും ഇക്കയും കൂടി ഒരുമിച്ച് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. പക്ഷെ ഇക്കാടെ ജോലി തിരക്ക് കാരണം വരാൻ പറ്റുന്നില്ല. അപ്പം എന്തായാലും എനിക്ക് പോവാതെ നിവർത്തില്ല, കാരണം എൻ്റെ ഉപ്പാടെ കൊല്ലം തേച്ചിലാണ്. അപ്പോൾ എന്തായാലും അതിന് നാട്ടിൽ പോകണം. അപ്പോൾ പിന്നെ പോകുന്നത് കുറച്ച് മുന്നേ പോയൊക്കെ എൻ്റെ മൂത്ത ബ്രദർ വന്നിട്ടുണ്ട്. അപ്പോൾ ആളെ കാണും ചെയ്യാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകണതായിരിക്കും കേട്ടോ. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട്, സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് നല്ലോണം. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് അങ്ങനെ 3 മാസത്തിന് നാട്ടിൽ നിന്ന് കയറി വന്നിട്ട് ഇപ്പോൾ ഇതാ തിരിച്ചു പോവാട്ടോ. ശരിക്കും പറഞ്ഞാൽ അടുത്ത മാസം പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. നമ്മൾ പ്ലാൻ ചെയ്യണ പോലെയല്ലല്ലോ, മറ്റുള്ളവരുടെ പ്ലാനുകൾക്ക് അനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ പ്ലാൻ മാറ്റേണ്ടി വരിക. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീട് വിട്ട് പോവാണ്. എനിക്ക് അന്ന് ആ ഒരു 2.5 വർഷം ആ ഒരു വീട്ടിൽ നിന്നൊരു ഫീലിംഗ് ഒന്നും ഈ വീടിനോട് തോന്നിയിട്ടില്ല. എന്നാൽ പോലും ഞാനൊക്കെ ഇങ്ങനെ നിന്ന് വരികയായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു കേട്ടോ, എല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെയിൽക്ക്, ഞാനൊക്കെയും കൂടി. പക്ഷേ ഇക്കാക്ക് വരാൻ പറ്റാത്ത കാരണം എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പിന്നെ ഞാൻ വേറെ ഇപ്പം 16 തീയതിക്ക് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇന്നിപ്പോൾ ചെന്നൈ വിടുകയാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ രാവിലെ സമയം ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാറ്റിയിട്ട് പോവാൻ വേണ്ടി മാറ്റിയതല്ല, ഉച്ചക്കാണ് ട്രെയിൻ ഉള്ളത്. ജസ്റ്റ് ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകണം എനിക്ക്. പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വീടൊക്കെ ഞാൻ അത്യാവശ്യം എല്ലാതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഫുള്ള് ക്ലീനിങ് പരിപാടി ആയിരുന്നു. അതൊക്കെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 3-4 ദിവസമായിട്ട് ഇതന്നെ ആയിരുന്നു റിപ്പീറ്റ്. പാക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഇതൊക്കെ തന്നെ. അപ്പോൾ ഇന്നലെ ഒരു കലാശക്കൊട്ടായിരുന്നു. ഇന്നലെ രാത്രി മൊത്തം ഇക്കല്ലാത്ത സമയത്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ മൊത്തം ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് അവിടെ കിടക്കട്ടെ. പിന്നെ ഇക്ക ഈ റൂമിൽ തന്നെ താമസിക്കണോണ്ട് ഇക്ക് പിന്നെ വല്ലാണ്ട് ക്ലീൻ ചെയ്തിട്ട് പോയിട്ടും കാര്യമില്ല, ആളത് മൊത്തത്തിൽ കൊളാക്കിയിടും. അപ്പം എന്നാലും എൻ്റെ ഒരു സംതൃപ്തിക്ക് ഞാൻ എന്തായാലും എവിടെ പോകുമ്പോഴും നമ്മൾ ചെയ്യണ ഒരു എന്താ പറയുക ക്ലീനിങ് അത് ഇവിടെയും ചെയ്തിട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാതും. അതായത് പിന്നെ ഞാനൊക്കെ ഒരുമിച്ച് പോവുകയാണെങ്കിലുള്ള പോലെ തന്നെ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് ഒരുപാട് ലഗേജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഷൊർണൂരാണ് പോണത്. അപ്പോൾ ഷൊർണൂർ ഇറങ്ങിയിട്ട് ഇതൊക്കെ കൂടി ഞാൻ ഒറ്റക്ക് ഇറക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 ലഗേജേ കൊണ്ടുപോകണുള്ളൂ, ബാഗിൽ കൊണ്ടുപോകണുള്ളൂ. ബാക്കി ഇക്ക വരുമ്പോൾ കൊണ്ടുവരും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇക്ക എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത മാസം വരും എന്നൊക്കെ വിചാരിക്കണം. കടവാക്കും പഴയ ചാക്കും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല. എനിക്കെന്തായാലും നല്ല വിഷമമുണ്ട് ഇങ്ങനെ ഒറ്റക്ക് പോണേൽ. കാരണം ഞാനിങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടോ പോണത്. ഇക്കല്ലാണ്ട് ബസ്സിൽ തന്നെ അങ്ങനെ കയറി ചെല്ലാൻ കഴിയണില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കാക്കുനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കാക്കു വന്നിട്ട് എന്നെ കൊണ്ടുപോകും ഷൊർണൂരിൽ നിന്ന്. ഇക്ക ഇപ്പോൾ ഷോപ്പിലാട്ടോ, ഇക്ക വന്നിട്ടില്ല. ഇക്ക ഇനി ഒരു 8:30 ആകുമ്പോൾ വരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ഫൈനൽ പാക്കിംഗ് ഉണ്ടാവും. ഫൈനൽ പാക്കിംഗ് ആണ് നമ്മൾ ഈ ഇപ്പോൾ ഈ ഒരു രാവിലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളും കൂടി എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കണം. 1:30 ട്രെയിൻ. ഓക്കെ, ഞങ്ങൾ ഡെയിലി പോകുന്ന ട്രെയിനല്ല, കാരണം ആ ട്രെയിനൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിരുന്നു. പിന്നെ പ്ലാനൊക്കെ മാറി പെട്ടെന്നുള്ളൊരു പോക്കായതുകൊണ്ട് തന്നെ കിട്ടിയ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടോ. AC എടുത്തിട്ടുള്ളത്, കാരണം AC നമുക്ക് കംഫർട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 3 മാസത്തെ ആഘോഷം കഴിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2.5 വർഷത്തിന് ശേഷം പോയിട്ടുണ്ടായിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ DLED ഒക്കെ പഠിച്ച് വീണ്ടും പഠിപ്പ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തന്നെ കയറി.
ഇപ്പം ഇപ്രാവശ്യം പോണത് ഇൻഷാല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ കാര്യമായിട്ട് നോക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. എല്ലാം നടത്തട്ടെ പഠിച്ചവൻ. എന്തായാലും അതിനാണ് രണ്ടുപേരും ഒരുമിച്ച് പോകാമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യണ പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ പോവുക. അപ്പം എന്തായാലും ഇപ്പോൾ മെയിൻ റീസൺ അതന്നെ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് പോണത്, എന്താ ഇപ്പോൾ പെട്ടെന്ന് പോണത്. ഒന്നാമത്തെ കാര്യത്തിൻ്റെ എൻ്റെ ഉപ്പാടെ കൊല്ലം തേച്ചിലുണ്ട്. അത് വിചാരിച്ചിട്ട് മെയ് ആ ഒരു സമയത്തൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക വരുന്നില്ല കണ്ടപ്പോൾ പിന്നെ ഏതായാലും കുറച്ച് നേരത്തെ പോവാം, ഇക്ക എൻ്റെ ബ്രദറുണ്ട് അപ്പോൾ ആളൊന്ന് കാണാം എന്നൊക്കെ ഉള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോവാണ്. പിന്നെ ഇനി ടിക്കറ്റും കിട്ടാനില്ല, അപ്പോൾ കിട്ടിയ ഡേറ്റിന് ടിക്കറ്റ് എടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താ പറയുക, ഇനി ഇൻഷാല്ലാ നാട്ടിലത്തെ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വീട്ടിലത്തെ വ്ളോഗൊക്കെ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ നല്ല വിഷമമുണ്ട്, വിഷമമില്ലാതിരിക്കൂലല്ലോ. കാരണം നിങ്ങൾക്ക് അറിയാലോ ഈ ഗൾഫിൽ നിന്നൊക്കെ പോണ ആളുകളുടെ മാനസികാവസ്ഥ, ഇങ്ങനെ വിസിറ്റിങ്ങിന് വന്നിട്ട് പോണ ഭാര്യമാരൊക്കെ ആ ഒരു ഫീൽ തന്നെ നമുക്കും. അപ്പോൾ അന്ന് 10 ദിവസത്തിന് പോകുമ്പോൾ അത്ര തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ തിരിച്ചു വരുമല്ലോ. പിന്നെ എൻ്റെ കോൺവെക്കേഷൻ സെറിമണിക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൊലിവൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് ഇങ്ങനെ അത്ര തോന്നിയില്ല. പക്ഷേ ഇന്നൊക്കെ അല്ലാണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ കുറച്ച് ഇമോഷണലായിപ്പോവും. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ മാങ്ങ ഉണ്ടല്ലോ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുമേ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം താഴത്തെ വീട്ടിലൊക്കെ കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളടുത്തും പൊട്ടിച്ചോളം പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാടൊന്നും വേണ്ട, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇക്കാക്കൊരു മാങ്ങാ ചമ്മന്തി വേണം. അപ്പോൾ അതിന് ഓരോ മാങ്ങ ഞാനിങ്ങനെ അതിൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടൊരു പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഒക്കെ ആയിരുന്നു. പിന്നെ മാങ്ങ ഇട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അക്ക വന്നിട്ട് തോട്ടി കൊണ്ട് കുറേ പൊട്ടിച്ചെടുത്തിരുന്നു. ഞങ്ങളോട് വേണമെന്നൊക്കെ ചോദിച്ചു, വേണ്ട പറഞ്ഞു. അപ്പോൾ ഇത് ഹൗസ് ഓണറിൻ്റെ മാങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഉണക്കാൻ വന്ന സമയത്ത് ഇതിന്ന് കുറേ മാങ്ങ എടുത്ത് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ താഴത്തെ വീട്ടിലത്തെ അക്കക്ക് ദേഷ്യം വന്നിട്ട് അത് അക്ക ഒരുപാട് പൊട്ടിച്ച് വെച്ച്. എന്തായാലും ഏകദേശം മാങ്ങ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നി. ഈ ഒരു മാവുള്ളതുകൊണ്ട് ഈ റൂമിൽ ഹാളിലൊക്കെ നല്ല തണുപ്പുണ്ടാവാറുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട് ചെന്നൈയിൽ, എന്നാൽ പോലും ഈ ഒരു ഹാളിലൊക്കെ കിടക്കാൻ നല്ല സുഖമാണ്. റൂമിൽ ഭയങ്കര ചൂടാണ്. അപ്പം ഇനി മെയ് ഒക്കെ ആകുമ്പോഴത്തേനും ഒന്നും കൂടി ചൂട് കൂടും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വിചാരിച്ച്. നാട്ടിൽ അതിലേറെ ചൂടാണ്, അത് വേറെ കാര്യം. പിന്നെന്താ, അപ്പം ലഗേജൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഞാൻ പറഞ്ഞല്ലോ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാൻ കൊണ്ടുപോകും, ബാക്കി ഈ പറഞ്ഞ പോലെ ഇക്ക വരുമ്പോൾ കൊണ്ടുട്ടോ. ഞാനിങ്ങനെ ഇപ്പോൾ പ്ലാൻ ചെയ്ത് എനിക്ക് വേണ്ട എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കട വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഐറ്റംസ് അങ്ങനെയൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്ക വന്നിട്ടുണ്ട്, ഇക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒന്ന് റെഡിയായി നിൽക്ക്, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോവാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാനെന്തായാലും ഇക്കാൻ്റെ കൂടെ പോവാട്ടോ. അപ്പോൾ കട ഷോപ്പത്തെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് അവിടെ വെച്ചു. ഇനിയിപ്പോൾ ഉള്ളിൽ കയറണ്ടേ, ഞാനാണെങ്കിൽ ഡോറൊക്കെ ലോക്ക് ചെയ്യുകയും ചെയ്ത്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ട്രിപ്പാണ് ഞങ്ങളുടെ ബൈക്കിൽ ഒരുമിച്ചിട്ടുള്ള. ഞാൻ അധികമൊന്നും അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം വന്നിട്ട്. കാരണം എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ ഏജിനും ഓരോ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ആലീസൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഫേവറേറ്റ് സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് എനിക്ക് ട്രെയിനിൽ എന്തായാലും ഇപ്പോൾ പകലല്ലേ പോകണം, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ ട്രെയിനിൽ നിന്ന് വാങ്ങൽ അത്ര സേഫായിട്ട് തോന്നണമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് ഓരോന്ന് പറഞ്ഞ് വാങ്ങിപ്പിക്കണ്ടേ. അപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെ തന്നെ വാങ്ങാം, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ടൈം കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ തന്നെ രാവിലെ വാങ്ങി വെച്ചിട്ടോ. ഓക്കെ, പിന്നെന്താ, അപ്പം ഞാൻ ജസ്റ്റ് അതിന് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇക്ക വന്നിട്ടില്ല, ഇക്ക ബില്ലിയാണ്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ പുറത്ത് വന്നിരുന്ന് പിന്നെ ഒക്കെ സാധനങ്ങളൊക്കെ കൊടുന്ന് വന്ന്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ക്രൂസൻറ്റ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ശരി, ഞാനും അങ്ങനെ ഇരുന്ന് എന്തോ ഈ സമയത്തൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടാളെ ഉള്ളിലും ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ വെള്ളപ്പം ഉണ്ടായിരുന്നു. സത്യം പറയാൽ വെള്ളപ്പൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നോടൊക്കെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അത് വാങ്ങി കഴിച്ചു സ്ട്രീറ്റിൽ നിന്ന് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ വീട്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മുകളിലും ആളുണ്ട്, താഴെ ആളുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ലതാണ്. മുകളിലത്തെ ആളെ കാണാനോ
ഒന്നുമില്ല, അയാൾ വർക്ക് ചെയ്യാണ്. പിന്നെ താഴത്തെ ആളാണെങ്കിലും താഴത്തെ അക്കയൊക്കെ നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ രാവിലെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ഇതൊക്കെ കൂടി ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഭയങ്കര പണിയാണ്. പിന്നെ ഇന്നലെ രാത്രി എല്ലാം കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തിട്ട് കേട്ടോ, ഗ്യാസും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ കാണുന്നത് പറഞ്ഞു രാവിലെ കുക്ക് ചെയ്യാൻ നിന്നാൽ ശരിയാവില്ല. പിന്നെ സാധനങ്ങളും കഴിഞ്ഞിരുന്നു. അപ്പോൾ എല്ലാതും ക്ലീൻ ചെയ്തിട്ട് ഞാൻ പിന്നെ പുറത്തുനിന്ന് ജസ്റ്റ് ആ വെള്ളപ്പം കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറേ ഇല്ല, എനിക്കിഷ്ടമല്ല ദോശ ഭൂരിയൊന്നും. പക്ഷെ ഇത് വെള്ളപ്പം കണ്ടപ്പോൾ കഴിച്ചപ്പം ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അക്കാട് പറഞ്ഞു പോണ സമയത്താണ് ഇപ്പോൾ ഇതൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നെന്ന് ചോദിച്ചിട്ടോ. പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഇക്കയും റെഡി ആവാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. രണ്ടാളെ ഉള്ളിലിങ്ങനെ ഇക്കൊക്കെ ഒട്ടും ഇന്നൊറ്റക്ക് പറഞ്ഞാൽ താല്പര്യമല്ല, പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. ഒരുമിച്ച് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ഞങ്ങളിപ്പോൾ രണ്ടാളും ഒറ്റക്ക് പോകേണ്ട അവസ്ഥയായി. അപ്പോൾ ഗൈസ് പോവാൻ സമയമായി, പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇപ്പോൾ വിശക്കണുണ്ട്, അപ്പോൾ ഇപ്പം തന്നെ കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ട്രെയിനിൽ നിന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്ന് ട്രെയിൻ കയറി പിന്നെ കിടന്നുറങ്ങാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഇതാണ് നിക്കാക്ക് കൊണ്ടാളെ ലഗേജ് കിട്ടും. ഇതിൽ ആ ബ്ലാക്ക് ബാഗും മുകളിലുള്ള കുക്കറിൻ്റെ ബോക്സും മാത്രമേ ഉള്ളൂ. ബാക്കി 2 എണ്ണം നമ്മുടെ അവിടുത്തെ പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ വെക്കുകയാണ്. പിന്നെന്താ മുകളിൽ ടെറസിലൊന്ന് വന്ന് നോക്കിട്ടോ. ഈ സമയത്ത് ഇതൊക്കെ മിസ് ചെയ്യും, ശരിക്കും മിസ് ചെയ്യും കേട്ടോ ടെറസിലൊക്കെ. അപ്പം ഞാൻ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആൾ പറഞ്ഞു 12 മണിക്കേ ഫുഡ് ആവുള്ളൂ പറഞ്ഞു. 11:30 ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 12 മണി ആയപ്പം ഫുഡൊക്കെ കിട്ടി വന്നപ്പോഴത്തേനും 12:15 ആയിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹറിബറി ആയി. പിന്നെ അതിന് ശേഷം ഒന്നും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ 12:15 ആയി. വേഗം ഇക്കടെ സ്കൂട്ടിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു, മെയിൻ റോഡിലേക്ക് വന്നിട്ടോ. ഈ ഒരു വീട് നിൽക്കുന്നിടത്ത് പ്രശ്നം എന്താ വെച്ചാൽ സ്ട്രീറ്റിൽ മൊത്തം വീടിൻ്റെ മുന്നിൽ ബൈക്കുകൾ നിർത്തിയിടും അവർ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേറൊരു വണ്ടി പോകാൻ കഴിയില്ല അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മെയിൻ റോഡിലേക്ക് വരണം വണ്ടി കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ആദ്യം ലഗേജ് കൊടുന്നു, പിന്നെ ഇന്നെ കൊടുന്നു, അങ്ങനെ 2 വട്ടമായിട്ട് നമ്മളവിടെ വന്നിട്ടോ. എന്നിട്ട് പിന്നെ മെയിൻ റോഡിൽ വണ്ടി കാത്ത് നിൽക്കുക. നമ്മൾ ഊബർ ടാക്സിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടാണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ ഞാൻ തന്നെ കണ്ട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് എത്തല്ല വേണ്ടത്. അപ്പം എന്തായാലും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഓട്ടോ ഓടിക്കണ ആൾ. അപ്പോൾ ആളെ വിളിച്ച് അങ്ങനെ ആൾ പെട്ടെന്ന് വന്നു കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് ടൈം. ടാക്സിയൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാഫിക്കിലൊന്നും അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക അതിന് കയറി പോകാൻ പറ്റില്ല. ഓട്ടോ ആയതുകൊണ്ട് അതൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ആൾ പെട്ടെന്ന് തന്നെ സ്പീഡിലൊക്കെ വിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓട്ടോക്ക് ജസ്റ്റ് ഒരു മിസ്സിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആകെ പേടിച്ച് ഇനിയിപ്പോൾ ട്രെയിൻ മിസ്സാവും. കാരണം ഓൾറെഡി നമ്മൾ എല്ലാം കഴിഞ്ഞ് 12:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിക്കാനൊന്നും ടൈം കിട്ടിയില്ല. ഫുഡ് കിട്ടി. ഇക്കാക്കാണെങ്കിൽ ഫുഡ് വാങ്ങിയിട്ടേ പോരുള്ളൂ എന്നുള്ള വശിക്ക്. ലാസ്റ്റായിട്ട് ചെന്നൈ ബിരിയാണി വാങ്ങിത്തരാനുള്ളൊരു കൊതി കൊണ്ട് അപ്പോൾ ഞാൻ ചെന്നൈ ബിരിയാണി വാങ്ങിച്ച് കൊടുന്ന് അത് 2 ബോക്സിലാക്കിയിട്ടോ. രാവിലെ ഉച്ചക്ക് കഴിക്കാനും രാത്രി കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് 2 ബോക്സിലാക്കി. ഇക്കാക്ക് സംസാരിക്കാൻ ആളെ കിട്ടിയ പോലെ ആൾ നല്ല സംസാരമായിരുന്നു കേട്ടോ. അപ്പോൾ സെൻട്രലിൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫുഡൊക്കെ പാക്ക് ചെയ്ത് പിന്നെ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു സമയത്ത് 1:15 ആയിട്ടോ. 3/4 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. ഞാൻ ശരിക്കും പെട്ടു എന്ന് കരുതി, കിട്ടൂല എന്ന് തന്നെ കരുതി. ട്രെയിൻ എല്ലാം ഒരു ഹറിബറിയായിരുന്നു. അതുവരെ ഭയങ്കര ലാഗായിട്ട് പോവുമായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് ഫുഡ് വന്നിട്ട് പിന്നെ ഒക്കെ പെട്ടെന്നായിരുന്നു. എനിക്ക് വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് പിന്നെ ഓട്ടോന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും അതേ ലഗേജൊക്കെ എടുത്തിട്ട് പോയി നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. 1:25 ട്രെയിൻ എടുക്കും. ഞങ്ങൾ എത്തുന്നത് 1:10 പിന്നെ അത് എത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തി ട്രെയിൻ നോക്കുമ്പോൾ B1 ആണ് ഇതിൻ്റെ കോച്ച് വരുന്നത്. അവിടേക്ക് അത്യാവശ്യം അതായത് നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഏറ്റവും ഫ്രണ്ടിലാണ് B1. അപ്പോൾ കണ്ടോ ഏറ്റവും ആ ട്രെയിനിൻ്റെ ഫസ്റ്റിലാണ് B1 വരുന്നത്. നമ്മളിപ്പോൾ ഈ ലാസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു. ആദ്യമൊക്കെ ആൾക്ക് നടന്നു പതുക്കെ. പിന്നെ നോക്കുമ്പോൾ ഞാൻ കണ്ടതൊന്നും ശരിയാവില്ലക്ക. ഇങ്ങനെ പതുക്കെ നടന്നാൽ ട്രെയിന് കിട്ടൂല. ഞങ്ങൾ ഓടിയെന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ അതൊന്നും വാങ്ങിത്തരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഓടിപ്പോയിട്ട് പിന്നെ വെള്ളം വാങ്ങി തന്നു. അതുകൊണ്ട് ഒരു പ്രോപ്പർ ഗുഡ് ബൈ പോലും ഞങ്ങൾക്കൊന്നും പറയാനൊന്നും പറ്റിയില്ല. ഈ വെള്ളം കുടിച്ചപ്പോഴത്തേനും ട്രെയിൻ എടുക്കുകയും ചെയ്ത് വേഗമൊക്കെ ഇറങ്ങി. അപ്പോൾ അതായിരുന്നു ഭയങ്കര ഹറിബറി ആയിരുന്നു. കാരണം വെള്ളം വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലൊരു ചില്ലറ പൈസ പോലും ഇല്ല, നോട്ട്. അപ്പോൾ ട്രെയിനിൽ നിന്ന് എങ്ങനെയൊക്കെ വാങ്ങുക.
അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ പേ വർക്ക് ആയിക്കോളണമെന്നില്ലല്ലോ, റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഞാൻ അപ്പം തന്നെ ഇന്ന് ഫുഡ് കഴിച്ചിട്ട്, ഇക്കാക്കാണെങ്കിലും ട്രെയിൻ എടുക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നായിരുന്നു. ഞാനാണെങ്കിൽ ആ ഓടി വന്നതിൻ്റെ ഒരു ക്ഷീണത്തിലൊന്ന് ഇരുന്ന്, ഞാൻ അപ്പുറത്തൊക്കെ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഫുഡ് എങ്ങനെയൊക്കെ കൂടിയോ കഴിച്ച് മുകളിൽ കയറി കടന്നപ്പോഴാണ് സത്യം എനിക്ക് സമാധാനമായത്. ഞാൻ വരെ എന്തൊക്കെയോ ഒരു ഇടങ്ങേറിരുന്ന് താഴെ ഇരിക്കുമ്പോൾ ഫുള്ള് എൻ്റെ ഒരു ഇതിലൊക്കെ ഒരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ആണുങ്ങളായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, എല്ലാതും നമുക്ക് സപ്പോർട്ടായിട്ടുള്ള എന്താ പറയുക ആണുങ്ങൾ തന്നെയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കയറി കടന്നപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. ഫുഡ് എങ്ങനെ കഴിച്ചു നിൽക്കറിയില്ല. ആ സമയത്ത് ഇക്കാനോടൊക്കെ ശരിക്കൊരു യാത്ര പറയാൻ പോലും പറ്റാത്തൊരു ഫീൽ, അത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എത്തലും ട്രെയിൻ കയറി സീറ്റ് കണ്ടെത്തി ലഗേജ് വെച്ച് ആ സമയത്ത് തന്നെ ട്രെയിൻ എടുക്കാൻ നിന്നു. ഇക്ക വെള്ളം വാങ്ങി വന്ന് ആ വെള്ളം എൻ്റെ കയ്യിൽ തന്നപ്പോഴത്തേനും ട്രെയിൻ എടുത്ത്. പിന്നെ എന്ത് ചെയ്തു, ഇക്ക പോയിട്ടോ, ഞാൻ ട്രെയിൻ എടുത്ത് ഞാനും പോന്നു. ഇങ്ങനെ ഒരു ഹറിബറി ആയിട്ടുള്ളൊരു ഇത് ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാവുക. പിന്നെ ഞാൻ ഈ ഒരു കുട്ടീനെ കണ്ടിട്ടോ, മാഷാഅല്ലാഹ് എന്ത് ക്യൂട്ടാണ് ആ കുഞ്ഞ്. ഇങ്ങനെ അവരും ഇവിടെ പാലക്കാട് എവിടെയാണ് പോണത്, അപ്പോൾ അതുവരെ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കളി ചിരി നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ അതിന് പോയൊന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെന്താ വിചാരിക്കാമെന്ന് അറിയില്ലല്ലോ. പിന്നെ ആ മുകളിലൊന്നിങ്ങനെ ഇരുന്നു കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ കടന്ന് ക്ഷീണിച്ചപ്പോൾ ഒന്ന് ഇരിക്കാൻ വിചാരിച്ച്. പിന്നെ സ്നാക്സൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു, ഓരോന്നായിട്ട് ഇങ്ങനെ തീർത്ത് വരുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഒരു സമയമാകുമ്പോൾ അതാ പ്രശ്നം, ഫുഡൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ച് കിടക്കാൻ തോന്നും. പക്ഷേ രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്കത് കിടന്നുറങ്ങാം, ഇതിപ്പോൾ ഈ ഉറക്കവും വരില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഭയങ്കര അടിപൊളി സാധനം കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വറുത്തക്കാണോ ഉണക്കിക്കാന്ന് അറിയില്ല, നല്ല അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ കുക്കുംബർ എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രൂസൻ്റ് ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിച്ചിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അതിരുന്ന് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഓരോന്നിങ്ങനെ കഴിക്കണം. എല്ലാവരും ഉറങ്ങിയിട്ടോ, എല്ലാവരും എന്താ പറയുക കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഞാൻ മാത്രം ഇങ്ങനെ മൂവിയും കണ്ടിട്ട് കിടക്കായിരുന്നു. എനിക്ക് ഉറക്കം വന്നിരുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സുഖമായിരുന്നു. ഇവരെ എല്ലാവരും ഉറങ്ങി. പിന്നെ രാത്രി ആയിട്ടോ, പിന്നെ രാത്രി ലേറ്റാണ് ഇട്ടപ്പോൾ നേരെ എൻ്റെ മുഖത്തേക്കാം. ശരി, പിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും കണ്ട് കിടക്കുക, വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയി വന്നപ്പോൾ ഫുഡ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ വാങ്ങിച്ച്, അപ്പോൾ അവരൊക്കെ കഴിക്കാതിരുന്നപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, മുകളിൽ കയറിയിട്ട് എൻ്റെ അടുത്ത് ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചക്ക് വാങ്ങിയ ഒരു ചോറിന്ന് 2 ബോക്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് മതിക്ക് അത്യാവശ്യം അത്ര മതി. അപ്പോൾ ആ 2 ബോക്സ് ഉച്ചക്ക് ഒന്ന് കഴിച്ചു, ഇപ്പോൾ രാത്രിക്ക് അത് കഴിക്കാട്ടോ. ഒന്നാമത് ചെന്നൈ ബിരിയാണി കഴിക്കാനുള്ള ഒരു പൂതി കൊണ്ടാണ്, ഇനി കിട്ടൂലല്ലോ. അപ്പോൾ മൂവിയും കണ്ടിട്ട് മുകളിലിരുന്ന് ഇങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ എല്ലാവരും കടന്നു കേട്ടോ. എനിക്ക് ഉറങ്ങാൻ പറ്റൂല, കാരണം എന്താ വെച്ചാൽ 11:45 ഷൊർണൂർ എത്തും. അപ്പോൾ ഉറങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ സുന്ദരി മോൾ ഇതാ ഡ്രസ്സൊക്കെ മാറ്റിട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ ആൾ ഭയങ്കര കരച്ചിലൊക്കെ ആയി. കുട്ടികൾക്കാണെങ്കിലും കുറേ ഇരിക്കുമ്പോൾ ഭ്രാന്ത് വരുമല്ലോ. അപ്പോൾ അങ്ങനെ പാലക്കാട് എത്തി. ആ പാലക്കാട് എത്തിയവരായപ്പോൾ ഇറങ്ങിട്ടോ. എത്തിയപ്പോൾ അപ്പോൾ ഇനി ഷൊർണൂർക്ക് അധികം ദൂരമില്ല, 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഷൊർണൂർ എത്തും. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കടന്നു കേട്ടോ. മുകളിൽ അപ്പത്തിനും വേറെ പാലക്കാട് നിന്ന് വേറെ ആളുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ്. പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലഗേജൊക്കെ എടുത്ത് താഴത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം നിൽക്കണ്ടേ. എന്നാലും ഞാൻ താഴത്ത് ഇറങ്ങിയിട്ട് ഒരു 11:30 ആയപ്പം താഴെ ഇറങ്ങി ലഗേജൊക്കെ ഒന്ന് എടുത്ത് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ നോക്കുമ്പോൾ എന്താ എല്ലാവരും ഉറങ്ങിയതാണ്, ഇതേപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങാൻ നോക്കി, കുറേ സമയം എടുത്തു കേട്ടോ. ട്രെയിൻ ലേറ്റായി, അതായത് 11:45 എത്തേണ്ട ട്രെയിന് ഷൊർണൂർ എത്തേണ്ടത് 12:15 എത്തിയത്. അപ്പോൾ ഞാൻ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, അവിടെ ഒരാളുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ഈ ലഗേജുകളൊക്കെ ഒറ്റയ്ക്ക് എടുക്കണപ്പോൾ തന്നെ ആൾക്കൊരു ഇടങ്ങേറ് തോന്നിക്കൊണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വെച്ചേരെ പുറത്തേക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെച്ചോണ്ട് പറഞ്ഞു. പിന്നെ ഏസിയുടെ ഡോറൊക്കെ തുറന്ന് വെക്കണ സമയം കൊണ്ട് വെക്കണില്ല രണ്ടും കൂടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് അടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പത്തിനും ആളത് അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് കൊടുന്നു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഷൊർണൂർ എത്തി. അപ്പം ഞാൻ ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ബാക്കിൽ ഓൾറെഡി ആളുകൾ ഉണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം എൻ്റെ കാക്കൊക്കെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാക്കും നെഷും കൂടിയും പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു പ്ലാറ്റ്ഫോമിലേക്ക് വായൊക്കെ ലഗേജ് ഉണ്ട്, ഒറ്റക്ക് കൊണ്ടുവരാൻ വയ്ക്കൂല. അന്ന് പറഞ്ഞാൽ ഒറ്റക്ക് തന്നെയാണല്ലോ പോയത്.
അപ്പോൾ നെഷുവിനാണെങ്കിൽ ട്രെയിൻ നിൽക്കാനിട്ട് അവൾക്ക് ദേഷ്യം വരും, നിർത്ത് ഭാബിയെ നിർത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പം എൻ്റെ ബാക്കിൽ ഒരാളുണ്ടായിട്ട് ആളിനോട് പറഞ്ഞു ഈ ബാഗൊക്കെ വെച്ചിട്ട് ഒറ്റക്ക് ഇറങ്ങണ്ട, ഞാൻ സഹായിക്കാം അല്ലെങ്കിൽ വീഴുള്ളൂ പറഞ്ഞിട്ടോ. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാട്ടോ ചില നമുക്ക് ചുറ്റിനുള്ളത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി ഒറ്റക്ക് പോകുമ്പോൾ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. അപ്പോൾ ആളെയും പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ നിർത്തുന്ന ആളെയും ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ അതെടുത്ത് ഞങ്ങളിങ്ങനെ പുറത്തേക്കൊക്കെ പോന്നു, എന്താ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കിട്ടോ. അപ്പോൾ ആ ആളിനോട് പറഞ്ഞു ഈ ഒറ്റക്ക് ഇറക്കണ്ട, അതിൻ്റെ ബാക്കിലൊരു ബാഗും കൂടി ഇല്ല, വെയിറ്റ് താങ്ങൂല, വീഴുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട് ഇക്ക് എടുത്ത് തരാം കേട്ടോ. അതാണ് വീഡിയോയിൽ നിങ്ങൾ കണ്ട ആൾ. അപ്പോൾ എല്ലാവരും അത് ഇക്കയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായി ഞാൻ ആ ഷോർട്സ് ഇട്ട സമയത്ത്. അപ്പോൾ ഇക്കല്ല, ഇക്കൻ്റെ കൂടെ വന്നിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് വരിക കേട്ടോ. യേശുവിനൊക്കെ എന്നെ കണ്ട പൊലിവ്, പിന്നെ കാക്കുനി ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. പിന്നെ അങ്ങനെ ബപ്പുണ്ടായിരുന്നു, ഐ മീൻ യേശുവിൻ്റെ അനിയൻ ഉണ്ടായിരുന്നു, അപ്പോൾ താത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി ഛർദ്ദിച്ച കാരണം താത്താക്ക് അങ്ങോട്ട് പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഓനെ കണ്ടു, ഓനാണെങ്കിൽ ഉറക്കമപ്പിൽ നിന്നെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, വണ്ടി കയറി കേട്ടോ. അപ്പോൾ അവർ കാറിൽ തന്നെ ഇരുന്നിക്കായിരുന്നു, ഇനിയിപ്പോൾ ഛർദ്ദിച്ചതല്ലേ വിചാരിച്ചിട്ട്. പിന്നെ എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കു. അപ്പോൾ ഞാനിക്ക് ആ ഒരു ബിരിയാണി കഴിച്ചതുകൊണ്ട് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് ചെറുതായിട്ട് കഴിക്കാൻ വിചാരിച്ച് നമ്മൾ നേരെ കൊപ്പത്ത് പോയി. കൊപ്പത്തൊരു തട്ടുകട ഉണ്ടാകും, ഇത് നമ്മുടെ ഫേവറേറ്റ് തട്ടുകടയായിട്ട്, കൊപ്പ സെൻറ്ററിലുള്ളതാണ്. എന്താ പറയുക, ഇവിടുത്തെ ബ്രെഡ് ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്, ഇക്കും കാക്കുനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളവിടെ നിർത്തിയിട്ട് നൈറ്റ് ഇപ്പോൾ സമയം 1:30 ആവണുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ്, അത്യാവശ്യം ട്രെയിൻ ലേറ്റായി. പിന്നെ നമ്മളതിന് കൊപ്പത്തേക്ക് എത്തണ്ടേ. അങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ഇരുന്ന് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കാക്കുനൊന്നും താറാവ് ഓംലെറ്റ് വേണോ ചോദിച്ചാൽ അപ്പം നമ്മൾ അതും കഴിക്കണം. അപ്പം നെഷ് ഇങ്ങനെ പറയാം തട്ടുകടയെ, എനിക്ക് തട്ടുകടയൊന്നും ഇഷ്ടമില്ല പറഞ്ഞിട്ട്. ഓള് ന്യൂജൻ കിഡല്ലേ, അപ്പോൾ അവൾക്ക് ഞങ്ങൾ എന്താണ് തട്ടുകട ഒരു ഫീൽ എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തിട്ട്. പിന്നെ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ അതാ 1:30 ആയപ്പോഴാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് ഉമ്മ ഉറങ്ങാണ്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്നു. പിന്നെ ലഗേജൊക്കെ ഇറക്കി പിന്നെ ഒന്ന് ജസ്റ്റ് ഫ്രഷായി കിടന്നു കേട്ടോ. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഇതന്നെ ഞാൻ ക്യാമറയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. അങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി നാട്ടിലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കണം. എപ്പോഴും പറയണ പോലെ ഇനിയിപ്പോൾ നാട്ടിലെത്തിയ വീഡിയോ എടുക്കുമല്ലേ ഒന്നും അറിയില്ല. അപ്പം ഞാൻ ലഗേജൊക്കെ ഇറക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെയാണ് കാരണങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.